think he's gonna live? Who? Anyone. One is light, one is dark. കടൽ തീരത്ത് ഓരോരുത്തരും അവരവരുടേതായ ഓരോ ജോലികളിൽ ഏർപ്പെട്ടിരിക്കുമ്പോൾ ജാക്ക് ഗുരുതരാവസ്ഥയിൽ കിടക്കുന്ന ആളോട് സംസാരിക്കുകയാണ്. ഓരോ തവണയും ബോധം വരുന്ന അയാൾ അവളെവിടെ, അവളെ വിശ്വസിക്കരുത് എന്ന് ജാക്കിനോട് അറിയിക്കുമ്പോൾ അയാൾ ആരെയാണ് തേടുന്നത് എന്ന് അന്വേഷിക്കുകയാണ് ജാക്ക്. എന്നാൽ അയാൾ അത് പറയും മുൻപ് ഓരോ തവണയും ബോധം കെടുകയാണ്. ഒടുവിൽ എന്റെ കൈവിലങ്ങുകൾ എവിടെ എന്ന് ചോദിക്കുന്ന അയാൾ തന്റെ ജാക്കറ്റിന്റെ പോക്കറ്റിൽ നോക്കാൻ ജാക്കിനോട് പറയുകയാണ്. അങ്ങനെ ആ പോക്കറ്റിൽ നിന്നും കേറ്റിനെ ഒരു പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിച്ച് അവളുടെ ഫോട്ടോ പതിച്ച ലുക്കൌട്ട് നോട്ടീസ് ജാക്ക് കണ്ടെത്തുകയാണ്. മറുവശത്ത് കാട്ടിലേക്ക് പോയവർ നേരം ഇരുട്ടായതിനെ തുടർന്ന് അന്നിനി തിരികെ കടൽ തീരത്തിലേക്ക് ആ കാട്ടിലൂടെ സഞ്ചരിക്കുന്നത് അപകടമാണെന്നതിനാൽ എല്ലാവരോടും അവിടെ തന്നെ കൂടാം എന്ന് പറയുകയാണ് സയ്യിദ്. എന്നാൽ അതിനെയും എതിർക്കുന്ന വഴക്കാളിയായ യുവാവിനോട് നോക്ക് സോയർ, സയ്യിദ് പറയുന്നത് ശരിയാണ് എന്ന് അപ്പോഴേക്കും ആ യുവാവിനെ പരിചയപ്പെട്ട കേറ്റ് അവനോട് പറയുകയാണ്. അങ്ങനെ ആ രാത്രി ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്ന അവരെല്ലാം തങ്ങൾ പുറപ്പെട്ട സ്ഥലത്ത് നിന്ന് പോകേണ്ടിയിരുന്ന സ്ഥലത്തേക്ക് എത്തുന്നതിന് മുൻപ് കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചതിനെ തുടർന്ന് പൈലറ്റ് വിമാനം ഗതി തിരിച്ചു വിട്ടത് സംസാരിക്കുമ്പോൾ, എന്നാൽ അതിനിടയിൽ അവർ ഈ അജ്ഞാതമായ ദ്വീപിൽ എത്തിപ്പെട്ടതിനെ കുറിച്ച് നിരാശയോടെ സംസാരിക്കുകയാണ് സയ്യിദ്. അയാളോട് സാറ്റലൈറ്റ് ചിത്രങ്ങൾ ഉപയോഗിച്ച് അവരെ കണ്ടുപിടിക്കാൻ സാധിക്കില്ലേ എന്ന് ചോദിക്കുകയാണ് ചാർലി. എന്നാൽ അതിന് സാറ്റലൈറ്റ് മാനദണ്ഡങ്ങൾ അനുസരിച്ച് പാലിക്കേണ്ട ചിലതുണ്ടെന്നും അതിനാൽ അവരുടെ കാര്യത്തിൽ ആ പ്രതീക്ഷയും വേണ്ടെന്നും ചാർലിയോട് സയ്യിദ് പറയുമ്പോൾ, ഫുൾ നെഗറ്റീവ് പറയാതെ അങ്ങനെയാണെങ്കിൽ ആ ഫ്രഞ്ച് ലേഡി അയച്ച സന്ദേശത്തെക്കുറിച്ചും അതിന്റെ ഉറവിടം കണ്ടെത്താം എന്നതിനെ പറ്റിയും സംസാരിക്കാമെന്ന് പറയുകയാണ് സോയർ. പക്ഷേ അത് 16 വർഷങ്ങൾ മുൻപ് നടന്നതല്ലേ എന്ന് കേറ്റ് അയാൾക്ക് വ്യക്തമാക്കി കൊടുക്കുകയാണ്. അങ്ങനെ എല്ലാവരും തങ്ങൾ എവിടെയാണെന്നോ എങ്ങനെയുള്ള പ്രദേശമാണെന്നോ അറിയാത്ത ഏതോ ഒരു നരകം പോലെ നിഗൂഢമായ ദ്വീപിലാണ് ഇപ്പോൾ ഉള്ളത് എന്ന് മനസ്സിലാക്കി നിരാശയോടെ ഇരിക്കുകയാണ്. അതിനിടയിൽ നമ്മൾ കണ്ടതിനെ കുറിച്ച് മറ്റുള്ളവരോട് പറയണ്ടേ എന്ന് ബൂൺ ചോദിക്കുമ്പോൾ, നമ്മൾ അറിഞ്ഞതിനെ കുറിച്ച് കൃത്യതയില്ലാത്തതിനാൽ ആരോടും ഒന്നും പറയണ്ട, ഒരു മനുഷ്യന്റെ പ്രതീക്ഷയാണ് ഏറ്റവും വലുത്, ആ പ്രതീക്ഷ നശിപ്പിക്കരുത് എന്ന് സയ്യിദ് പറയുമ്പോൾ മറ്റുള്ളവരും അതിനെ അനുകൂലിക്കുകയാണ്. മറുവശത്ത് ഗുരുതരാവസ്ഥയിൽ കിടക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥനെ പരിചരിക്കുന്ന ജാക്കിനെ തേടി വരുന്ന ഹേർലി പരിക്ക് പറ്റിയ അയാളുടെ നില കൂടുതൽ വഷളായി ശരീരം പഴുക്കാൻ തുടങ്ങിയതായും അങ്ങനെയാണെങ്കിൽ അയാൾക്ക് എന്ത് സംഭവിക്കും എന്ന് ചോദിക്കുകയാണ്. എങ്കിൽ അയാളുടെ ആന്തരിക അവയവങ്ങൾ ഓരോന്നായി പ്രവർത്തനരഹിതമായി അയാൾ മരണത്തിന് കീഴടങ്ങും എന്ന് പറയുകയാണ് ജാക്ക്. അതിനിടയിൽ അവിടെയിരുന്ന കേറ്റിനെ പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള നോട്ടീസ് അബദ്ധത്തിൽ ഹേർലി കാണുകയാണ്. അയാളിൽ നിന്ന് നോട്ടീസ് തിരികെ വാങ്ങുന്ന ജാക്കിനോട് അവൾ എന്തു കുറ്റമായിരിക്കും ചെയ്തിട്ടുണ്ടാവുക എന്ന് ഹേർലി ചോദിക്കുമ്പോൾ, നമുക്കത് അറിയേണ്ടതില്ല എന്ന് ജാക്ക് പറയുകയാണ്. എന്നാൽ അവളെ കണ്ടാൽ തന്നെ ഒരു ഭയങ്കരിയായി തോന്നുന്നു എന്ന് ഹേർലി പറയുമ്പോൾ, അങ്ങനെയുള്ള സംസാരം വേണ്ട എന്ന രീതിയിൽ അയാളെ രൂക്ഷമായി നോക്കുകയാണ് ജാക്ക്. ആ രാത്രി കാടിനുള്ളിൽ എല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോൾ അവിടെ കാവൽ നിൽക്കുന്ന ബൂൺ സോയറിൽ നിന്ന് ഗണ്ണും സയ്യിദിൽ നിന്ന് ബുള്ളറ്റും അടിച്ചു മാറ്റി കൈവശം വെച്ച് നിൽക്കുമ്പോഴേക്കും എല്ലാവരും ഉണർന്ന് അതിന്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരം നടക്കുകയാണ്. ആര് തോക്ക് കൈവശം വെക്കണം എന്നതിനെ ചൊല്ലി സംസാരം നടക്കുമ്പോൾ ഷാനോൺ തോക്ക് കേറ്റിന്റെ കയ്യിൽ കൊടുക്കാം എന്ന അഭിപ്രായം പറയുകയും എല്ലാവരും അത് ശരിവെക്കുകയുമാണ്. അങ്ങനെ കള്ളന്റെ കയ്യിൽ തന്നെ താക്കോൽ ഏൽപ്പിച്ചു എന്ന വിധത്തിൽ കൊടും കുറ്റവാളിയായി പ്രഖ്യാപിക്കപ്പെട്ട കേറ്റിനെ കുറിച്ചുള്ള സത്യം അറിയാതെ അവർ തോക്ക് കേറ്റിനെ ഏൽപ്പിക്കുമ്പോൾ അത് ഏറ്റുവാങ്ങുന്ന കേറ്റ് വീണ്ടും അവളുടെ ഫ്ലാഷ് ബാക്കിലേക്ക് പോവുകയാണ്. ഒരു കാലിത്തൊഴുത്തിൽ കിടന്നുറങ്ങുന്ന കേറ്റിനെ ആ തൊഴുത്തിന്റെ ഓണറായ വൃദ്ധൻ വിളിച്ചുണർത്തുകയാണ്. അവൾ അയാളോട് അടുത്തുള്ള നഗരത്തിൽ നിന്നും എത്തിയതാണ് എന്ന് പറയുമ്പോൾ ആ പ്രദേശത്ത് നിന്ന് 15 കിലോമീറ്റർ അകലെയാണ് നഗരം എന്നത് അയാൾ അവളെ ഓർമ്മിപ്പിക്കുകയാണ്. ആ മനുഷ്യൻ അവളോട് പേര് ചോദിക്കുമ്പോൾ ആനി എന്ന് മറ്റൊരു പേര് പറയുന്ന കേറ്റിനോട് ആവർത്തൻ സൗമ്യമായി ഇടപെടുകയും അവളെ ഭക്ഷണം കഴിക്കാൻ അയാളുടെ വീട്ടിലേക്ക് ക്ഷണിക്കുകയുമാണ്. അങ്ങനെ ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ കനേഡിയനായ അവൾ തന്റെ കോളേജ് പഠനം പൂർത്തിയാക്കി ലോക സഞ്ചാരത്തിന് ഇറങ്ങിയതാണെന്നും എന്നാൽ കയ്യിലെ പണം തീർന്നതിനാൽ ഇപ്രകാരം ഇനി നടന്ന് ഓസ്ട്രേലിയയിലെ മെൽബണിലേക്ക് പോകാം എന്ന് തീരുമാനിക്കുകയുമായിരുന്നു എന്നും അതിനിടയിൽ കഴിഞ്ഞ രാത്രി ക്ഷീണം കാരണം അടുത്ത് കണ്ട അയാളുടെ ഈ കന്നുകാലി ഫാമിൽ കയറി കിടന്ന് ഉറങ്ങിപ്പോയി എന്നും പറയുമ്പോൾ, അവിടെ നിന്ന് 100 കിലോമീറ്ററോളം ദൂരമുണ്ട് മെൽബണിലേക്ക് എന്ന് അവളോട് പറയുകയാണ് ആ വൃദ്ധൻ. മാത്രമല്ല അയാൾക്ക് അവൾ പറഞ്ഞത് അത്ര വിശ്വാസമാവാഞ്ഞതിനാൽ തന്നെ അത് മനസ്സിൽ വെച്ചെന്നോണം അയാൾക്ക് ഒരുപാട് കടബാധ്യതകളുണ്ടെന്നും അവൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ആ കന്നുകാലി ഫാമിലെ ജോലികൾ ചെയ്യാൻ തന്നെ സഹായിക്കുകയാണെങ്കിൽ അവൾക്ക് മാന്യമായ ശമ്പളവും അവിടെ തങ്ങാൻ ഇടവും നൽകാമെന്നും അയാൾ പറയുമ്പോൾ കേറ്റ് അത് അപ്പോഴേ ഡീലാക്കുകയാണ്. അങ്ങനെ ഷേക്ക് ഹാൻഡ് കൊടുക്കുമ്പോഴാണ് അയാളുടെ വലത് കൈ കൃത്രിമമാണെന്നും താൻ ഇടംകൈയനാണെന്നും അയാൾ അവളോട് അറിയിക്കുന്നത്. തൽക്കാലം ആ ഫ്ലാഷ് ബാക്ക് സീൻ അവിടെ കട്ടാവുമ്പോൾ പിറ്റേ ദിവസം കാട്ടിലേക്ക് പോയ സയ്യിദും സംഘവും തിരികെ കടൽ തീരത്ത് എത്തുകയാണ്.
അവരെ കണ്ട് അവർക്ക് ചുറ്റും കൂടി നിൽക്കുന്ന അവിടെയുള്ള മറ്റുള്ളവരോട് തങ്ങൾക്ക് റേഡിയോ സിഗ്നൽ ലഭിച്ചില്ല എന്ന് കള്ളം പറയുന്ന അവർ, എന്നാൽ അതുകൊണ്ട് ആരും നിരാശപ്പെടേണ്ടെന്നും അവിടെയുള്ള ലാപ്ടോപ്പ്, മൊബൈൽ പോലുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങളിൽ നിന്നും അവർക്ക് പുറം ലോകവുമായി ബന്ധപ്പെടാൻ താൻ എന്തെങ്കിലും വഴി കണ്ടെത്താമെന്നും അതിനാൽ അത്തരം ഉപകരണങ്ങൾ എല്ലാവരും തകർന്ന വിമാനത്തിൽ നിന്ന് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് കണ്ടെത്താൻ ശ്രമിക്കാനും അതുവരേക്കും റെസ്ക്യൂ ടീം വരുന്നത് വരെ അവിടെയുള്ള ഭക്ഷണം, മഴ പെയ്യുമ്പോൾ കുടിക്കാനുള്ള ശുദ്ധജലം എന്നിവ ശേഖരിച്ച് ഉപയോഗിക്കണമെന്നും ഓരോ ജോലികളും ചെയ്യാൻ ഗ്രൂപ്പുകളായി തിരിഞ്ഞ് ഓരോ ഗ്രൂപ്പിനും ഓരോ നേതാവ് ഉണ്ടായിരിക്കണമെന്നും വിവരിക്കുകയാണ് സയ്യിദ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് വരുന്ന ജാക്കിനെ കണ്ട് അയാൾക്കരികിലേക്ക് പോകുന്ന കേറ്റിനെ സംശയത്തോടെ തിരിഞ്ഞു നോക്കുകയാണ് ഹേർലി. ജാക്കിനോട് കുന്നിൻ മുകളിൽ വെച്ച് അവർ കേട്ട 16 വർഷമായി ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഫ്രഞ്ച് ലേഡിയുടെ സഹായ അഭ്യർത്ഥന സന്ദേശത്തെക്കുറിച്ച് അറിയിക്കുകയാണ് കേറ്റ്. അത് കേട്ടിട്ടും അവളോട് ഒരു വല്ലായ്മയോടെ നിൽക്കുന്ന ജാക്ക്, നിനക്ക് ഇനി മറ്റെന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ആ ഓഫീസറുടെ കാര്യം അവൾ പറയുമെന്ന് കരുതി ചോദിക്കുമ്പോൾ ടെന്റിലേക്ക് നോക്കി ഗുരുതരമായി പരിക്കേറ്റ് കിടക്കുന്ന ആൾക്ക് എങ്ങനെയുണ്ട് എന്ന് തിരക്കുന്ന അവളോട് അയാളുടെ കാര്യത്തിൽ ഇനി വലിയ പ്രതീക്ഷയില്ല എന്ന് ജാക്ക് പറയുമ്പോൾ, അയാൾ ഉണർന്നോ, എന്തെങ്കിലും സംസാരിച്ചോ എന്നവൾ പരങ്ങളോടെ തിരക്കുകയാണ്. അയാൾക്ക് സർജറി ചെയ്യുന്ന സമയത്ത് ഏതാനും സെക്കൻഡുകൾ ബോധം വന്നിരുന്നു എന്ന് അറിയിക്കുന്ന ജാക്ക്, പക്ഷേ അയാൾ ജാക്കിനോട് അവളെക്കുറിച്ചുള്ള സത്യങ്ങൾ അറിയിച്ച കാര്യം ഒന്നും തന്നെ പറയാതെ അവളെ സൂക്ഷ്മമായി വീക്ഷിച്ച് നിൽക്കുകയാണ്. പിന്നീട് വിമാനത്തിലെ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് ഉപകാരപ്രദം എന്ന് തോന്നുന്ന വസ്തുക്കൾ എടുത്തു മാറ്റാൻ ജാക്കിനെ സഹായിക്കുന്ന ഹേർലി. അതിനിടയിൽ കേറ്റ് ഒരു ക്രിമിനൽ ആണെന്നുള്ള സത്യാവസ്ഥ അറിഞ്ഞത് അവളോട് തിരക്കിയോ എന്ന് ജാക്കിനോട് കേറ്റിന്റെ കാര്യം തിരക്കുമ്പോൾ, അതിനവളെക്കുറിച്ച് തനിക്ക് സത്യങ്ങളൊന്നും അറിയില്ലല്ലോ എന്ന് അയാൾക്ക് മറുപടി നൽകുകയാണ് ജാക്ക്. പരിക്കേറ്റ് കിടക്കുന്ന ആ മനുഷ്യന് ശക്തമായ ആന്റിബയോട്ടിക്കുകൾ ലഭിക്കാതെ അയാൾക്ക് സുഖമാവില്ലെന്ന് വിമാനത്തിന്റെ ഉൾവശത്തിൽ എന്തെങ്കിലും മരുന്നുകൾ അവശേഷിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ ഹേർലിയോട് ജാക്ക് പറയുമ്പോൾ, വിമാനത്തിനുള്ളിൽ നിറച്ചും ശവശരീരങ്ങളാണെന്നും പറഞ്ഞ് അതിനുള്ളിൽ കയറുന്നതിന് ഒരു വല്ലായ്മയോടെ നിൽക്കുകയാണ് ഹേർലി. അത് മനസ്സിലാക്കി ആ മരുന്നെടുക്കുന്ന കാര്യം താൻ നോക്കിക്കൊള്ളാമെന്ന് പറയുന്ന ജാക്ക് വിമാനത്തിനുള്ളിൽ ഒരു ടോർച്ചുമായി കയറി അവിടെയുള്ള ബാഗുകൾ തുറന്ന് ടോർച്ച് അടിച്ച് മരുന്ന് വല്ലതുമുണ്ടോ എന്ന് നോക്കിയിരിക്കുകയാണ്. പെട്ടെന്നാണ് ജാക്കിന് പുറകിൽ ആരോ വരുന്നതായി അയാൾക്ക് തോന്നുന്നത്. അത് മറ്റാരുമല്ല, സോയർ ആയിരുന്നു. സോയർ അവിടെ നിന്ന് സാധനങ്ങൾ അടിച്ചു മാറ്റാൻ എത്തിയതായിരുന്നു. അത് കണ്ട ജാക്ക്, നാട്ടിൽ നിനക്ക് മരിച്ചുപോയവരുടെ സാധനങ്ങൾ അടിച്ചു മാറ്റലായിരുന്നോ പണി എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ ചിരിച്ചു തള്ളി നിസ്സാരമാക്കി നിൽക്കുന്ന അവൻ, ഇവിടെ നിന്ന് ആരെ രക്ഷിക്കാനായി ആരും വരില്ല, അതിനാൽ സാധനങ്ങൾ അടിച്ചു മാറ്റുന്നതിൽ തെറ്റില്ല എന്ന അഭിപ്രായത്തിൽ നിൽക്കുകയാണ്. മാത്രമല്ല, ഗുരുതരമായി പരിക്കേറ്റ് കിടക്കുന്ന ആളെ രക്ഷിക്കാനായി ജാക്കിൻ്റെത് പായശ്രമമാണെന്നും എല്ലാവരും ഇപ്പോൾ ഏതോ ഒരു കാടിനുള്ളിലാണെന്നും മറക്കരുത് എന്ന യാഥാർത്ഥ്യം ഉൾക്കൊള്ളാനും ജാക്കിനോട് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ് സോയർ. പിന്നീട് റെസ്ക്യൂ ടീം വരുന്നതുവരെ ദിനചര്യകൾ ചെയ്യാതെ പറ്റില്ലല്ലോ എന്ന് എല്ലാവരും തകർന്ന വിമാനത്തിൽ നിന്ന് സ്വന്തം ബാഗുകളും മറ്റും കണ്ടെടുത്ത് മാറ്റുകയാണ്. ആ കൂട്ടത്തിൽ പ്രഗ്നന്റ് ലേഡിയെ സഹായിക്കുന്ന ചാർലി അവളുടെ ഭർത്താവ് ഒപ്പം വന്നിരുന്നില്ലേ എന്ന് തിരക്കുമ്പോൾ അവർ താൻ വിവാഹം കഴിച്ചിട്ടില്ല എന്ന് പറയുകയാണ്. അതേസമയം കൊറിയക്കാരന്റെ ഭാര്യ അയാളുടേത് എന്ന് സംശയിച്ച് ഒരു ബാഗുമായി വന്ന് അയാൾക്ക് നൽകുമ്പോൾ അത് തന്റേതല്ല എന്ന് പറഞ്ഞിരിക്കുന്ന അയാൾ ആകെ മുഷിഞ്ഞ അവസ്ഥയിൽ നടക്കുന്ന അവരോട് പോയി കുളിച്ച് ഫ്രഷ് ആയിക്കൊള്ളാൻ അവിടുന്ന് പറഞ്ഞു വിടുകയാണ്. ഈ സമയം വാട്ടർ ബോട്ടിലുകളുമായി വരുന്ന ഹേർലിയെ കെയ്റ്റ് കാണുകയും അയാളെ ഇതുവരെ പരിചയപ്പെട്ടില്ലല്ലോ എന്ന് പേര് ചോദിക്കുകയും ചെയ്യുകയാണ്. കെയ്റ്റ് ഒരു കുറ്റവാളിയാണെന്നറിയാവുന്ന ഹേർലി ഒരു പരിങ്ങലോടെ അവളോട് പേര് പറഞ്ഞു നിൽക്കുമ്പോഴാണ് അവൾ ജാക്കിനെ തിരക്കി തിരിയുന്നത്. ആ സമയം അവളുടെ പുറകിൽ ഒളിപ്പിച്ച തോക്ക് കണ്ട് ഒന്നുകൂടി ഭയപ്പെടുന്ന ഹേർലി ജാക്ക് വിമാനത്തിനുള്ളിൽ മരുന്ന് നോക്കി പോയിട്ടുണ്ടെന്ന് തിടുക്കത്തിൽ പറഞ്ഞ് കെയ്റ്റിനരികിൽ നിന്ന് മുങ്ങുമ്പോൾ, ഇയാൾ എന്താ ഇങ്ങനെ എന്നൊരു സംശയത്തോടെ ഹേർലിയെ തിരിഞ്ഞു നോക്കുകയാണ് കെയ്റ്റ്. ശേഷം ആ ദ്വീപിൽ മഴ പെയ്യുന്ന സമയം എല്ലാവരും മഴയിൽ നിന്ന് സുരക്ഷിതരാവാൻ ഓടി ഓരോ സ്ഥലങ്ങളിലേക്ക് കയറുകയാണ്. എന്നാൽ കെയ്റ്റ് ഗുരുതരാവസ്ഥയിൽ കിടക്കുന്ന ആ ഓഫീസറിന് സമീപം ചെന്ന് അയാൾക്ക് ശ്വാസമുണ്ടോ എന്ന് നോക്കിയിരിക്കുകയാണ്. ഒപ്പം കെയ്റ്റിന്റെ മനസ്സ് വീണ്ടും ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോവുകയാണ്. അവൾ മുൻപ് നമ്മൾ കണ്ട ആ വൃദ്ധന്റെ ഫാമിൽ ജോലി ചെയ്ത് ജീവിക്കുന്നതിനിടയിൽ ഒരു രാത്രി ഒളിച്ചും പതുങ്ങിയും കിച്ചണിലെ ഒരു പാട്ടയിൽ ഒളിപ്പിച്ച നോട്ടുകെട്ടെടുത്ത് പോകാൻ തിരിയുമ്പോഴാണ് പെട്ടെന്ന് അവൾ നിൽക്കുന്ന ആ കിച്ചണിൽ ആരോ ലൈറ്റ് ഇട്ടത്. നോക്കുമ്പോൾ അത് ആ വൃദ്ധനായിരുന്നു. അയാൾ അവളോട് അവൾക്ക് അയാൾ നൽകിയ ആ ദിവസവേതനം ഒരു ബാങ്കിൽ ഇട്ടിരുന്നെങ്കിൽ പലിശയെങ്കിലും ലഭിക്കുമായിരുന്നല്ലോ എന്ന് ചോദിക്കുമ്പോൾ തനിക്ക് മനുഷ്യരെ ആരെയും വിശ്വാസമില്ല എന്ന് അയാളോട് പറയുകയാണ് കെയ്റ്റ്. അവൾ പോകുന്നതിന് മുൻപ് അയാളോട് ഒരു ഗുഡ് ബൈ പോലും പറയുന്നില്ലേ എന്ന് അയാൾ ചോദിക്കുമ്പോൾ, ഞാനെല്ലാം ഒരു പേപ്പറിൽ എഴുതിയിട്ടുണ്ട് എന്ന് പറയുന്ന അവളോട്, കഴിഞ്ഞ 3 മാസമായി നീ ഇവിടെ ഉണ്ടായിരുന്നു, നീ ആരാണെന്നോ എന്താണെന്നോ ചോദിക്കുമ്പോൾ നിന്റെ കണ്ണുകളിൽ കാണുന്ന നിസ്സഹായത ഞാൻ മനസ്സിലാക്കുന്നു. ഉൾക്കൊള്ളാൻ കഴിയാത്ത ഏതോ ഒരു സാഹചര്യത്തിൽ നിന്നും ഒളിച്ചോടിയതാവാൻ
ജീവിതത്തിൽ എല്ലാവരും ഒരു നല്ല തുടക്കം അർഹിക്കുന്നു. ഒരിക്കൽ നീ ഇവിടെ നിന്ന് പോകുമെന്ന് എനിക്ക് അറിയാമായിരുന്നു എന്ന് പറയുമ്പോഴേക്കും അവിടെ നിന്ന് പോവാൻ തുടങ്ങുകയാണ് കെയ്റ്റ്. അവളോട് ഈ ഒരു രാത്രി കൂടി അവിടെ തങ്ങുകയാണെങ്കിൽ കാലത്ത് അവൾക്ക് പോകേണ്ട സ്ഥലത്ത് അവളെ താൻ എത്തിക്കാമെന്നും അയാൾ അവൾക്ക് വാക്ക് നൽകുകയാണ്. ആ ഫ്ലാഷ് ബാക്ക് സീൻ അവിടെ കട്ടാവുമ്പോൾ ഇപ്പോൾ ആ ദ്വീപിൽ ഗുരുതരാവസ്ഥയിലുള്ള ഓഫീസർക്ക് അരികിലിരിക്കുന്ന അവളെ ബോധം തെളിഞ്ഞ അയാൾ പെട്ടെന്ന് കഴുത്തിൽ ഞെക്കി പിടിച്ച് കൊല്ലാൻ ശ്രമിക്കുകയാണ്. അത് കണ്ടുകൊണ്ടാണ് അവിടേക്ക് ജാക്ക് കയറി വരുന്നത്. ജാക്ക് അയാളെ പിടിച്ചു മാറ്റുമ്പോഴേക്കും വീണ്ടും അയാൾ അബോധാവസ്ഥയിൽ എത്തിയിരുന്നു. അയാളുടെ വായിലേക്ക് തുണിയിൽ വെള്ളം നനച്ച് ഒഴിച്ചു കൊടുക്കുന്ന ജാക്കിനോട് അയാൾക്ക് എങ്ങനെയുണ്ടെന്ന് തിരക്കുകയാണ് കെയ്റ്റ്. മരുന്നുകളൊന്നും അയാളുടെ ശരീരത്തോട് പ്രതികരിക്കുന്നില്ല. ദേഹത്തെ താപനിലയും കൂടി, വയറിലെ പേശികൾ മുറുകിയും തുടങ്ങി എന്ന് അവളോട് അയാളുടെ അവസ്ഥ പറയുന്ന ജാക്ക് അവളെ തിരിഞ്ഞു നോക്കി അവൾക്ക് സന്തോഷമായില്ലേ എന്ന തരത്തിൽ പുച്ഛിച്ച് ചിരിക്കുകയാണ്. ശേഷം ആ മനുഷ്യന് വെള്ളം ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി പോകുന്ന ജാക്കിന് പുറകെ ആ മഴയിലേക്ക് ഇറങ്ങി ചെല്ലുന്ന കെയ്റ്റ് അയാൾ ഇത്തരത്തിൽ എത്ര ദിവസം ജീവിക്കും എന്ന് അവളോട് ചോദിക്കുമ്പോൾ 3-4 ദിവസം എന്ന് മറുപടി പറയുന്ന ജാക്കിനോട് അത്രയും ദിവസം വേദന അനുഭവിച്ച് നരകിച്ച് ജീവിക്കുന്നതിനേക്കാൾ അയാൾക്ക് മരണം നൽകുന്നതല്ലേ നല്ലത് എന്ന് ചോദിക്കുന്നത് കേട്ട് ജാക്ക് ദേഷ്യത്തോടെ അവൾക്ക് നേർക്ക് തിരിഞ്ഞു നോക്കി അവളുടെ ലുക്കൌട്ട് നോട്ടീസ് അയാൾ കണ്ടു എന്നും അയാൾ ഒരു കൊലപാതകിയല്ല എന്നും പറഞ്ഞുകൊണ്ട് പോവുകയാണ്. ആ മഴയത്ത് നിൽക്കുന്ന കെയ്റ്റ് വീണ്ടും തന്റെ ഫ്ലാഷ് ബാക്കിലേക്ക് പോവുകയാണ്. പിറ്റേ ദിവസം കെയ്റ്റിനെയും കൂട്ടി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന ഫാമിന്റെ ഉടമ. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് മിററിലൂടെ നോക്കിയിരിക്കുന്ന അയാളെ സംശയിച്ച് അവൾ തിരിഞ്ഞു നോക്കുമ്പോൾ അവരെ ഫോളോ ചെയ്ത് ഒരു വണ്ടി വരുന്നു. അതോടെ സംശയത്തോടെ ഫാമിന്റെ ഉടമയെ അവൾ നോക്കുമ്പോൾ അയാൾക്ക് അവളെക്കുറിച്ച് എല്ലാം അറിയാമെന്നും അവളുടെ ലുക്കൌട്ട് നോട്ടീസ് അയാൾ പോസ്റ്റ് ഓഫീസിൽ കണ്ടിരുന്നു എന്നും അവളുടെ തലക്കിട്ടിരിക്കുന്ന $23,000 അയാളുടെ കടബാധ്യതകൾ തീർക്കാൻ ആവശ്യമാണെന്നും പറയുകയാണ്. അപ്പോഴേക്കും അവരുടെ ആ വാഹനത്തിനൊപ്പം എത്തിയിരുന്നു അവരെ പിന്തുടർന്നെത്തിയ പോലീസ് വാഹനം. ആ ഫ്ലാഷ് ബാക്ക് സീൻ അവിടെ കട്ടാവുമ്പോൾ കെയ്റ്റ് മറ്റു ജോലികളിലേക്ക് തിരിയുകയാണ്. പിന്നീട് അവിടെയുള്ള വാൾട്ട് എന്ന 10 വയസ്സുകാരൻ പയ്യന്റെ പിതാവ് മഴയിൽ നിന്ന് അവർക്ക് കയറിയിരിക്കാനായി ഒരു ടാർപ്പ പോലെ വലിച്ചു കെട്ടിയ ശേഷം അതിനുള്ളിൽ കയറിയിരുന്ന് ആ പയ്യനോട് നിന്നോട് സംസാരിച്ച ആ മൊട്ടത്തലയൻ ആരാണ് എന്ന് ചോദിക്കുമ്പോൾ അത് മിസ്റ്റർ ലോക്കാണ്. ലോക്കിന് ഈ ദ്വീപിൽ വെച്ച് ഒരു അത്ഭുതം സംഭവിച്ചെന്ന് എന്നോട് പറഞ്ഞു എന്ന് മകൻ പറയുന്നത് കേട്ട് അത്ഭുതം നമുക്ക് എല്ലാവർക്കും സംഭവിച്ചില്ലേ, ഇനി നീ അയാളോട് പോയി സഹകരിക്കരുത് എന്ന് അയാൾ പറയുമ്പോൾ ലോക്ക് എന്റെ ഫ്രണ്ടാണ്, ഞാൻ ഇനി സഹകരിക്കും എന്ന് പറയുന്ന ആ ചെക്കനോട് ദേഷ്യപ്പെടാതെ ഞാനും നിന്റെ സുഹൃത്തല്ലേ എന്ന് ചോദിച്ച് അവനോട് അടുക്കാൻ ശ്രമിക്കുന്ന അയാളോട് എങ്കിൽ തന്റെ നായയെ കണ്ടെത്തി കൊടുക്കാൻ പറയുന്ന അവനെ സമാധാനിപ്പിക്കാനായി ഈ മഴ ഇപ്പോൾ തോർന്നാൽ ഞാൻ നിന്റെ നായയെ കണ്ടെത്തി കൊണ്ടുവരാൻ പോകും എന്ന് അയാൾ പറഞ്ഞു തീരുന്നതും അപ്രതീക്ഷിതമായി പെട്ടെന്ന് മഴ നിന്നു. എന്താ അല്ലേ? മകൻ തന്നെ പ്രതീക്ഷയോടെയും താൻ വെറുതെ തള്ളിയത് ആണോ എന്ന ഭാവത്തിൽ നോക്കുകയും കൂടി ചെയ്യുമ്പോൾ പെട്ട് എന്ന അവസ്ഥയിലിരിക്കുന്ന അയാൾ ഒടുവിൽ പുല്ലുകൾ വകഞ്ഞു മാറ്റി ഒറ്റയ്ക്ക് കാടിനുൾഭാഗത്തേക്ക് ചെല്ലുന്നതും ദൂരെ നിന്ന് ഏതോ ഒരു ജീവി വരുന്നതായുള്ള പുല്ലുകളുടെ അനക്കവും ആ ജീവിയുടെ മുരൾച്ചയും കേൾക്കുന്നതോടെ അയാൾ തിരിഞ്ഞ് ഭയന്നോടുകയാണ്. തന്നെ പിന്തുടർന്നു വരുന്ന ആ ജീവിയിൽ നിന്ന് രക്ഷപ്പെടാൻ തിരിഞ്ഞ് ഓടി പാഞ്ഞെത്തിയതാകട്ടെ കുളിക്കാനായി പോയ കൊറിയക്കാരന്റെ ഭാര്യയുടെ സമീപത്തും. അവിടേക്ക് അബദ്ധത്തിൽ ഓടിയെത്തിയതാണെന്ന് അവരോട് ക്ഷമയും ചോദിച്ച് ആ പരിസരത്ത് തന്നെ ആക്രമിക്കാനായി എത്തിയ ഏതോ അജ്ഞാത ജീവി ഉണ്ടെന്നും അവിടുന്ന് എത്രയും വേഗം പോകാൻ അവർക്ക് മുന്നറിയിപ്പ് നൽകി അയാൾ വേഗത്തിൽ നടന്നു പോവുകയാണ്. പിന്നീട് ഗുരുതരമായി പരിക്കേറ്റ് കിടക്കുന്ന ഓഫീസർ അസഹനീയമായ വേദന കൊണ്ട് ഉറക്കം നിലവിളിക്കുന്നത് കേൾക്കുന്ന അവിടെയുള്ള മറ്റെല്ലാവരിലും സഹതാപം ഉളവാക്കുകയാണ്. അയാളൊന്നും മരിച്ചു കിട്ടിയിരുന്നെങ്കിൽ എന്ന് ബൂണിനോട് പറയുന്ന ഷനോണിനെ അയാൾ ഒരു മനുഷ്യനാണ് എന്ന് പറഞ്ഞ് തിരുത്തുകയാണ് ബോൺ. കെന്റിൽ നിന്നുള്ള അയാളുടെ ആ നിലവിളി ശബ്ദം കേട്ട് ജാക്കിന് എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടോ എന്ന് ചോദിച്ച് അങ്ങോട്ടേക്ക് വരുന്ന സയ്യിദ് ആ മനുഷ്യനെ രക്ഷിക്കാൻ ജാക്കിനെ കൊണ്ട് സാധിക്കില്ല എന്ന് അവിടെയുള്ള എല്ലാവർക്കും അറിയാമെന്ന് ജാക്കിനെ അറിയിക്കുകയാണ്. ശേഷം നേരം രാത്രിയായിട്ടും അയാളുടെ വേദന കൊണ്ടുള്ള കരച്ചിൽ കേൾക്കുന്ന കെയ്റ്റ് കടൽ തീരത്ത് വിറക് കൂട്ടി തീ കായാൻ നിൽക്കുമ്പോൾ അവൾക്കരികിൽ ലൈറ്ററുമായി വരുന്ന സോയർ അവൾക്ക് ലൈറ്റർ കൊടുത്ത് തീ കാഞ്ഞ് കെയ്റ്റിന് അരികിൽ വന്നിരിക്കുമ്പോഴും ആ ടെന്റിൽ നിന്നുള്ള നിലവിളി കേൾക്കുന്നത് ശ്രദ്ധിച്ച് ആ ഗൺ നിന്റെ കയ്യിലായത് നന്നായി, ഇവിടെയുള്ള ഓരോരുത്തർക്കും അയാൾ രക്ഷപ്പെടില്ല എന്നറിയാം. ഓരോ രാത്രിയും ആ സാധു മനുഷ്യനിങ്ങനെ വേദന സഹിച്ച് നിലവിളിച്ച് കിടക്കുന്നത് എത്ര അസഹനീയമാണ്. അയാളെ അതിൽ നിന്നും രക്ഷപ്പെടുത്താൻ ഒരേ ഒരു മാർഗമായ ആ തോക്ക് നിന്റെ കൈവശമാണ്. അതിൽ അവശേഷിക്കുന്നതും ഒരേ ഒരു ബുള്ളറ്റും. നീ ഈ കാര്യം ഇവിടെയുള്ള ഡോക്ടർ ഹീറോയോട് പറയുന്നത് ഞാൻ കേട്ടിരുന്നു, അതിനാൽ വലിയ അതിശയമൊന്നും കാണിക്കേണ്ടതില്ല എന്ന് സോയർ കെയ്റ്റിനോട് പറയുകയാണ്. അതേസമയം ടെന്റിനുള്ളിൽ മരണാസന്നനായി കിടക്കുന്ന ഓഫീസർ അയാളുടെ അവസാന മൊഴി എന്ന വണ്ണം അവൾ നിന്നോട് എങ്ങനെ പെരുമാറുന്നുവെന്നോ അവൾ നിന്നോട് എന്തു പറയുന്നു എന്നതോ വിശ്വസിക്കരുത്. രക്ഷപ്പെടാനായി അവൾ എന്തു മാർഗവും നോക്കും, എന്തും പറയും, ഒരിക്കലും വിശ്വസിക്കരുത്. എനിക്ക് അവളോട് ഒറ്റയ്ക്ക് സംസാരിക്കണം എന്ന് പറയുമ്പോൾ അയാളോട് വിശ്രമിക്കാൻ പറയുന്ന ജാക്കിനോട് നിന്നെയും അവൾ സ്വാധീനിച്ചു അല്ലേ
പോകല്ലേ എന്ന് ദയനീയമായി ചോദിക്കുകയാണ് ആ മനുഷ്യൻ. ശേഷം കെയ്റ്റ് ആ ടെന്റിന് മുൻപിൽ വന്ന് നിൽക്കുകയാണ്. ഒപ്പം വീണ്ടും അവൾ തന്റെ ഫ്ലാഷ് ബാക്കിലേക്ക് പോവുകയാണ്. പോലീസ് തനിക്ക് അരികിലെത്തി എന്നത് കണ്ട് തന്നെ പോലീസിന് ഒറ്റുകൊടുത്ത വൃദ്ധനിൽ നിന്ന് ആ വണ്ടിയുടെ നിയന്ത്രണം ഏറ്റെടുക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ അപ്രതീക്ഷിതമായി അവരുടെ ആ വാഹനം നിയന്ത്രണം തെറ്റി ഒരു ചെറിയ താഴ്വഴിയിലേക്ക് മറിയുകയാണ്. അതോടെ ആ വൃദ്ധന്റെ ബോധവും നഷ്ടമായി. കാർ തീ പടർന്നു പിടിക്കാനും തുടങ്ങി. ഇത്രയും ദിവസം തനിക്ക് കിടപ്പാടവും ആഹാരവും നൽകിയ ആ വൃദ്ധനെ ആ അവസ്ഥയിൽ അവിടെ ഉപേക്ഷിക്കാതെ അയാളെ അവിടെ നിന്ന് റോഡരികിലേക്ക് വലിച്ചു കയറ്റി കൊണ്ടുവരികയാണ് കെയ്റ്റ്. അതിനിടയിൽ അയാളുടെ കൃത്രിമ കൈ ഊരിപ്പോവുകയും ചെയ്തു. ഒരു വിധത്തിൽ അയാളെ മുകളിൽ ആളനക്കമുള്ള റോഡരികിൽ എത്തിച്ചു നിൽക്കുന്ന അവളുടെ തലയ്ക്ക് നേർക്ക് ഒരു ഗണ്ണും ചൂണ്ടി നിൽക്കുകയാണ് ഇപ്പോൾ ഗുരുതരമായി പരിക്കേറ്റ് കിടക്കുന്ന ഈ പോലീസ് ഉദ്യോഗസ്ഥൻ. വീണ്ടും ആ ഫ്ലാഷ് ബാക്കിൽ നിന്ന് പുറത്തു വന്ന കെയ്റ്റ് അയാൾക്കരികിൽ നിൽക്കുകയാണ്. വിമാനം അപകടത്തിൽപ്പെടുന്നതിന് മുൻപ് തന്നോട് എന്ത് സഹായമാണ് കെയ്റ്റ് ആവശ്യപ്പെട്ടതെന്ന് ആ പോലീസുകാരന് അറിയണമായിരുന്നു. അത് അയാൾ അവളോട് ചോദിക്കുമ്പോൾ ആ ഫാമിന്റെ ഉടമസ്ഥന് അയാൾക്ക് അർഹതപ്പെട്ട $23,000 ലഭിക്കും എന്ന് ഉറപ്പുവരുത്തണം എന്നതായിരുന്നു. എന്നവൾ പറയുന്നതും അവളെ അത്ഭുതത്തോടെ നോക്കി, നിന്നെ ഒറ്റുകൊടുത്തവനോ എന്നയാൾ ചോദിക്കുമ്പോൾ ആ മനുഷ്യന് ഒരുപാട് കടബാധ്യതകൾ ഉണ്ടായിരുന്നു എന്ന് അയാളെ ന്യായീകരിക്കുകയാണ് കെയ്റ്റ്. അന്ന് കെയ്റ്റ് അയാളെ രക്ഷിക്കാൻ ശ്രമിച്ചില്ലായിരുന്നെങ്കിൽ അവൾക്ക് രക്ഷപ്പെടാമായിരുന്നു എന്ന് പറഞ്ഞു കിടക്കുന്ന ആ മനുഷ്യൻ താൻ മരിക്കാൻ പോവുകയാണല്ലേ എന്നുകൂടി കെയ്റ്റിനോട് ചോദിക്കുമ്പോൾ മടിയോടാണെങ്കിലും അതെ എന്ന അർത്ഥത്തിലിരിക്കുകയാണ് അവൾ. അയാളെ ആ വേദനയിൽ നിന്ന് രക്ഷിക്കാൻ അയാൾ അവളോട് ആവശ്യപ്പെടുമ്പോൾ നിശബ്ദയാവുകയാണ് കെയ്റ്റ്. ഈ സമയം ആ ടെന്റിന് പുറത്തു നിൽക്കുന്ന ജാക്കിനരികിലേക്ക് ഹേർലി വരികയും അയാൾ കെയ്റ്റിനെ തിരക്കുകയും ചെയ്യുമ്പോൾ അവൾ ടെന്റിനുള്ളിലുണ്ടെന്ന് പറയുന്ന ജാക്കിനോട് അവളെ അവിടെ ഒറ്റയ്ക്ക് വിട്ടു വന്നത് അബദ്ധമായെന്നും അവളുടെ പക്കൽ ഒരു തോക്കുണ്ടെന്നും ഹേർലി അറിയിക്കുന്നതും വെപ്രാളത്തോടെ ടെന്റിലേക്ക് ഓടിപ്പോവുകയാണ് ജാക്ക്. ടെന്റിന് പുറത്ത് ഒരു നിസ്സംഗഭാവത്തോടെ പതിയെ നടക്കുന്ന കെയ്റ്റിനെ കണ്ട് ജാക്ക് ആശ്വാസത്തോടെ നിൽക്കുന്നതും പെട്ടെന്ന് ഉള്ളിൽ നിന്നും ഒരു ഷൂട്ടൌട്ട് ശബ്ദം കേൾക്കുകയാണ്. പിന്നാലെ ടെന്റിന് ഉള്ളിൽ നിന്നും ഗണ്ണുമായി സോയർ പുറത്തേക്ക് വരികയാണ്. നീ എന്താണ് ചെയ്തത് എന്ന് ദേഷ്യത്തോടെ അവന്റെ നേർക്ക് പാഞ്ഞു വരുന്ന ജാക്കിനോട്, ഒരു ഡോക്ടർ എന്ന നിലയിൽ നിന്റെ കാഴ്ചപ്പാട് എന്താണെന്ന് എനിക്കറിയാം, പക്ഷെ അയാൾക്ക് ഇപ്പോഴിത് ആവശ്യമായിരുന്നു. അയാൾ എന്നോട് ആവശ്യപ്പെട്ടതാണ്, എനിക്ക് ഇഷ്ടമുണ്ടായിട്ടല്ല. എന്നാൽ പോലീസ് ഉദ്യോഗസ്ഥനെ അസഹനീയമായ വേദനയിൽ നിന്നും മരണത്തിലൂടെ രക്ഷപ്പെടുത്തി എന്നതുപോലെ സോയർ പറഞ്ഞു നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ഉള്ളിൽ നിന്നും അയാളുടെ ചുമ കേൾക്കുന്നത്. അതോടെ അങ്ങോട്ടേക്ക് ഓടിച്ചെല്ലുകയാണ് ജാക്ക്. സോയർ വെടിയുതിർത്തത് അയാളുടെ ശ്വാസകോശത്തിലാണ് തറച്ചത്. അതിനാൽ പതിയെ രക്തം വാർന്ന് അയാൾ മരിക്കാൻ ഇനിയും മണിക്കൂറുകൾ എടുക്കും എന്ന് പറയുന്ന ജാക്കിനോട് ആ തോക്കിൽ ആകെ ഒരു ബുള്ളറ്റേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് അയാളുടെ അവസ്ഥ കുറച്ചുകൂടി ദാരുണമാക്കിയതിൽ പരിങ്ങളോടെ സോയർ അത് പറയുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങി പോടാ എന്ന് അവനോട് ആ ദേഷ്യത്തോടെ അലറുകയാണ് ജാക്ക്. അങ്ങനെ ആ ദ്വീപിലെ 3-ാമത്തെ ദിവസം രാവിലെ കടൽ തീരത്തെ മണൽപ്പരപ്പിലിരിക്കുന്ന മിസ്റ്റർ ലോക്ക് അയാൾ ഉണ്ടാക്കിയ ഒരു വിസിലുമായി ദൂരെ മുളങ്കാടുകളിലേക്ക് നോക്കി ആ വിസിൽ ഊതുമ്പോൾ അങ്ങോട്ടേക്ക് ഓടി വരികയാണ് അവിടെയുള്ള വാൾട്ട് എന്ന പയ്യന്റെ നായ വിൻസെന്റ്. ശേഷം അവിടെ വാൾട്ടിന് സമീപത്ത് കിടന്നുറങ്ങുന്ന വാൾട്ടിന്റെ അച്ഛനെ വിളിച്ചുണർത്തുന്ന ലോക്ക് ആ നായയെ താൻ കണ്ടെത്തിയെന്നും അമ്മയില്ലാത്ത കുട്ടിയായ വാൾട്ടിനോട് അതിനെ അവന്റെ അച്ഛൻ കണ്ടെത്തിയതായി പറയണമെന്ന് തനിക്ക് തോന്നിയതായും ലോക്ക് പറയുമ്പോൾ അയാളോട് നായയെ കണ്ടെത്തിയതിന് നന്ദി പറയുകയാണ് ആ പയ്യന്റെ അച്ഛൻ. പിന്നീട് കടൽ നോക്കിയിരിക്കുന്ന ജാക്കിനരികിൽ വരുന്ന കെയ്റ്റ് ആ പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ എന്തിനാണ് പിന്തുടരുന്നത് എന്ന അവളെക്കുറിച്ചുള്ള സത്യം ജാക്കിനോട് വിവരിക്കാൻ തുടങ്ങുകയാണ്. എന്നാൽ അതൊന്നും ഇനി ഇവിടെ വിവരിക്കേണ്ട ആവശ്യമില്ല, അതെല്ലാം കഴിഞ്ഞ കാര്യങ്ങളാണ്. 3 ദിവസം മുൻപ് നമ്മളെല്ലാം മരിച്ചു, ഇനി പുതിയൊരു ജീവിതമാണ് ആരംഭിക്കേണ്ടത് എന്ന് അവർ അവിടെ നിന്ന് രക്ഷപ്പെടുമെന്ന പ്രതീക്ഷ നഷ്ടമായതുപോലെ പറയുകയാണ് ജാക്ക്. ശേഷം ആ ദ്വീപിലെ സാഹചര്യങ്ങളോട് ഓരോരുത്തരും പൊരുത്തപ്പെട്ടു തുടങ്ങുകയാണ്. വാൾട്ടിന്റെ അച്ഛൻ അവന്റെ പ്രിയപ്പെട്ട നായയെ കൊണ്ട് വരുമ്പോൾ ആ കൊച്ചു പയ്യൻ സന്തോഷത്തോടെ തന്റെ പ്രിയപ്പെട്ട നായയ്ക്ക് അരികിലേക്ക് ഓടുകയാണ്. ആ അച്ഛനും മകനും അങ്ങനെ സന്തോഷത്തോടെ നിൽക്കുമ്പോൾ അത് നോക്കിയിരിക്കുകയാണ് ലോക്ക്. ആ കാഴ്ച നോക്കി അയാളും പുഞ്ചിരിച്ചിരിക്കുകയാവും എന്ന് തോന്നുമെങ്കിൽ തെറ്റി. എന്തോ ഒരു നിഗൂഢത ഒളിപ്പിച്ച ഭാവത്തിൽ ആ അച്ഛനെയും മകനെയും നോക്കിയിരിക്കുകയാണ് ലോക്ക്. സത്യത്തിൽ ഈ ലോക്ക് ആരാണ്? ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടിൽ തലയ്ക്ക് വില പറയപ്പെട്ട കെയ്റ്റും ഒരു മനുഷ്യനെ കൊല്ലാൻ പോലും തുനിഞ്ഞ സോയറും മയക്കുമരുന്നിനടിമയായ ചാർലിയും മറ്റുള്ളവർക്ക് ഒരു ഭീഷണിയാവുമോ? അവരുടെ ആ ദ്വീപിലെ അടുത്ത ദിവസം എന്താവും? നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. Till then, bye.